ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിഗ്നോ മലയാള ടെക് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വാട്സാപ്പിൽ വന്ന ലേറ്റസ്റ്റ് 2 ഫീച്ചറുകളെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാട്സാപ്പിൽ വന്ന ലേറ്റസ്റ്റ് 2 ഫീച്ചർ. നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കാറുണ്ട്, നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാറ്റസ് ആക്കാറ്. പക്ഷേ എങ്കിൽ നമ്മൾ ഷെയർ ചാറ്റിലൊക്കെ പോലെ ഡയറക്റ്റ് നമ്മൾ വാട്സാപ്പിലേക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം വാട്സാപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, പിന്നെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എല്ലാം മെറ്റയുടെ കീഴിലാണ്. ഇപ്പോൾ അത്തരത്തിലൊരു ഫീച്ചറാണ് മെറ്റ വാട്സാപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള പല റീലും നമുക്ക് വാട്സാപ്പിൽ അവൈലബിൾ ആയ ഓഡിയോ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് വാട്സാപ്പ് എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക. ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ലോഡാവും. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ലോഡായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ റീല് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പല റീലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റീൽ എടുക്കുക. ഇഷ്ടപ്പെട്ട റീൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതങ്ങ് ഷെയർ ചെയ്യുക. വാട്സാപ്പിലേക്ക് നമ്മൾ ഷെയർ ഓപ്ഷൻ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ നോക്കാം, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിപ്പോൾ ഈ ഒരു റീല് ഷെയർ ചെയ്യാൻ പറയാം. ഈ ഒരു റീല് നമുക്കിപ്പോൾ എങ്ങനെയാണ് ഷെയർ ചെയ്യാന്ന് അറിയാം. അല്ല, അത് വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും റീല് ഷെയർ ചെയ്യാം. വേറെ റീൽ നോക്കാം, നമുക്ക് നല്ലൊരു റീൽ നോക്കാം. നല്ല റീല് അതാ, ഈ റീൽ എടുക്കുക. നമുക്ക് ഈ റീലിന്റെ ഷെയർ ഐക്കൺ നിങ്ങൾ കാണുന്നില്ല, ആ ഐക്കൺ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, വാട്സപ്പ് സ്റ്റാറ്റസ് എന്നുള്ളത്. ഇത് മുന്നേ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് വാട്സപ്പ് മെറ്റേഡായതുകൊണ്ട്. വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, മൂന്നും മെറ്റേഡ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് എന്നുള്ള ഷെയർ ഓപ്ഷൻ ഞെക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് കണ്ട വിത്ത് ഓഡിയോ ആയിട്ട് നമുക്ക് വാട്സാപ്പിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് സ്റ്റാറ്റസ്. ഇനിയിപ്പോൾ ഞാനത് ഇട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട വാട്സാപ്പ് സ്റ്റാറ്റസിലേക്ക്, ഇത് നമ്മുടെ വാട്സാപ്പാണ്. ജസ്റ്റ് ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് വിട്ടിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പിലേക്ക് അത് സ്റ്റാറ്റസ് ആക്കുകയാണ്. ജസ്റ്റ് ഇതാ വാട്സാപ്പ് സ്റ്റാറ്റസ് സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമാണ്. ഇനിയിപ്പോൾ ഞാനത് എൻ്റെ വാട്സാപ്പിൽ പോയിട്ട് ആ സ്റ്റാറ്റസ് വന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കൂ ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയാത്തവർക്ക്, അറിയുന്നവർക്ക് ഉറപ്പായിട്ട് അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട സെൻഡിങ്, ആ റീൽ വാട്സാപ്പിലേക്ക് സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്ത റീല് വാട്സാപ്പിലേക്ക് സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ സെൻഡിങ് എന്നുള്ളത്. ഇപ്പോൾ അത് നമ്മളെ നെറ്റ്വർക്ക് ഒന്ന് സ്ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. അതൊന്ന് സെൻഡ് ആവട്ടെ. സെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് സെൻഡായ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ സെൻഡ് ആവുകയാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് സെൻഡായി 0 വ്യൂസ് നിങ്ങൾ കാണുന്നില്ലേ, സെൻഡായി. അത് നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. ഇത് കണ്ട ആ റീല് സെൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്ത റീല് സെൻഡ് ആയിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇതേപോലെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വ്യൂ ഓൺ ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഓപ്ഷൻ. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഷെയർ ചെയ്താൽ എന്നുള്ളത് അറിയേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഡയറക്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമ്മളത് വ്യൂ ഓൺ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലുള്ള ആ റീലിലേക്കാണ് പോവുക. ഇതാണ് വാട്സാപ്പിൽ വന്ന ലേറ്റസ്റ്റ് ഫീച്ചർ. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒരേപോലെ അവൈലബിൾ ആയ ഓഡിയോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും. ചില ഓഡിയോ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് ചില സമയം ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓരോരുത്തർ എടുക്കുന്ന വീഡിയോ അല്ലേ, നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഡിയോ, അതായത് നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ ചില സമയം നമുക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടണം എന്നില്ല. നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയ ഓഡിയോ ആണെങ്കിൽ, വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലെ ഓഡിയോ ലൈബ്രറിയിൽ അവൈലബിൾ ആയ ഓഡിയോ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കിട്ടും. ഇനി മറ്റൊരു ഫീച്ചറാണ്, നമ്മൾ ഡയറക്റ്റ് വാട്സാപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് ആക്കാൻ. അതും നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. നമ്മൾ സ്റ്റാറ്റസ് ഐക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ, ഇതിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ, നമ്മൾ ഇൻസ്റ്റാഗ്രാം നല്ല സാധനം വാങ്ങൂലേ, അത്തരത്തിലുള്ള ഒരു പേജിൻ്റെയാണ്. അത് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റാറ്റസ് ആക്കിയിട്ട്, ആ സ്റ്റാറ്റസ് ആക്കി ഇടുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സോങ് ഇടാൻ പറ്റുന്ന, അല്ല മ്യൂസിക് ഇടാൻ പറ്റുന്ന ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മ്യൂസിക് ഐക്കൺ കാണുന്നില്ലേ, മ്യൂസിക് ഐക്കൺ ഞാനിത് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ട മ്യൂസിക് ഐക്കൺ കാണുന്നില്ല, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലുള്ള മ്യൂസിക് ലൈബ്രറി, വാട്സാപ്പിലുള്ള നമുക്ക് ഓഡിയോ ലൈബ്രറി കിട്ടും. നമുക്ക് മലയാള സോങ്ങും എല്ലാം അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ലാലേട്ടനെ സെർച്ച് ചെയ്യാം, മോഹൻലാലിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഹൻലാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയോ ലൈബ്രറി മൊത്തം വരുന്നുണ്ട്. നമുക്കിങ്ങനെ ഇഷ്ടം പോലെ ലാലേട്ടൻ്റെ സോങ് കിട്ടും. അത് നമ്മൾ ജസ്റ്റ്
നമുക്ക് ഏതാ വേണ്ടത്, ഇതിപ്പോൾ ഈ തകില് പുകില് ഇതാ, നമുക്ക് അവിടെ പ്രീവ്യൂ നോക്കിയിട്ട് ഇത് കണ്ട, നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രീവ്യൂ നോക്കിയിട്ട് വെക്കാൻ പറ്റും. അത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതാ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഏത് ഓഡിയോ ലൈബ്രറിൻ്റെ ഏത് പോർഷനാണ്, അതായത് ആ പാട്ടിൻ്റെ ഏത് പോർഷനാണ് മാറ്റേണ്ടത് നോക്കിയിട്ട് നമുക്ക് അവിടെ സ്റ്റാറ്റസ് ആക്കാൻ പറ്റും. അതേ ഓപ്ഷൻ തന്നെ നമുക്ക് വീഡിയോയിലും നമുക്ക് ഓഡിയോ ഇടാൻ പറ്റും. വീഡിയോയിൽ നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുത്തു, ഒരു സ്ലോ മോഷൻ വീഡിയോ എടുത്തു, നമ്മളത് ഇനിയിപ്പോൾ ഒരു ആപ്പിലിട്ട് എഡിറ്റ് ചെയ്തിട്ടൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് ഇടേണ്ട ഒരു ആവശ്യമേ ഇല്ല. നമുക്ക് ഡയറക്റ്റ് ആ വീഡിയോ സ്ലോ മോഷൻ വീഡിയോ വാട്സാപ്പിലേക്ക് ലോഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സോങ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വാറിൻ്റെ, അതായത് ഇന്നലെ നടന്ന ഈ വാറിൻ്റെ ആണ്. അപ്പോൾ ആ ഓഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മ്യൂസിക് ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലേ, ആ മ്യൂസിക് ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഓഡിയോ ഓപ്ഷൻ വരും. ആ ഓഡിയോ ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഓഡിയോസ് നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വാട്സാപ്പിൽ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മ്യൂസിക് ഇട്ട പോലെ അതുപോലെ തന്നെ നമുക്ക് വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ഇതേപ്പോൾ ഒരു സോങ് ഉണ്ടാകും, വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടുക. നമുക്ക് ഇതേപോലെ ആ മ്യൂസിക് ഏത് പോർഷനാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടാൻ പറ്റും. ഈ 2 ഫീച്ചറാണ് വാട്സാപ്പിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.